മുല്ലപ്പെരിയാർ ബേബി ഡാമിന്റെ സമീപത്ത് മരം മുറിക്കാൻ തമിഴ്നാടിന് അനുമതി നൽകിയ വിഷയം പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിക്കും. സർക്കാർ നടപടി സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് പ്രതിപക്ഷ നിലപാട്. ടി.ജി. സജിത്ത് ചേരുകയാണ്. സജിത്ത്, ഏറെ വിവാദമായതായിരുന്നു മരമുറി വിവാദം ബേബി ഡാമിന്റെ പരിസരത്തു നിന്ന്. അത് ഇന്ന് ഏത് രീതിയിലാണ് പ്രതിപക്ഷം സഭയിലെത്തിക്കുന്നത്? തീർച്ചയായും ദിവ്യ, ഈ മുല്ലപ്പെരിയാർ വിഷയം ശക്തമായി വീണ്ടും സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത്. അടിയന്തര പ്രമേയമായി ഇന്ന് വിഷയം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. എന്തായാലും സർക്കാർ ഈ വിവാദങ്ങൾക്ക് ഇന്ന് സഭയിൽ മറുപടി നൽകും. പ്രധാനമായും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിന്റെ താൽപര്യങ്ങൾക്ക് പൂർണ്ണമായി വിരുദ്ധമായ നിലപാടാണ് കേരള സർക്കാർ സ്വീകരിച്ചത്. ദീർഘനാളുകളായി ഈ മരം മുറിക്കാൻ തമിഴ്നാട് അനുമതി ചോദിച്ചിരുന്നു. പക്ഷേ കേരളം അനുമതി കൊടുത്തിരുന്നില്ല. കാരണം അനുമതി കൊടുത്താൽ ബേബി ഡാം ബലപ്പെടുത്താൻ തമിഴ്നാട് ഇത് വഴിവെക്കും. അതുവഴി മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമെന്ന വാദം കൂടുതൽ ശക്തമായി ഉന്നയിക്കാൻ തമിഴ്നാടിന് കഴിയും. മാത്രമല്ല, ഇതോടെ പുതിയ ഡാം എന്ന കേരളത്തിന്റെ ലക്ഷ്യം ഇല്ലാതാവുകയും തമിഴ്നാട്ടിലെ ജലനിരപ്പ് കൂട്ടാൻ തമിഴ്നാട് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും. ഇതുവഴി സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് പൂർണ്ണമായും വിരുദ്ധമായ നീക്കങ്ങൾക്കാണ് ഇത് തുടക്കമുണ്ടാവുക. ഇത്തരമൊരു നീക്കമാണ് ഇപ്പോൾ സംസ്ഥാന വനംവകുപ്പ് അനുമതി നൽകിയിരിക്കുന്നത് എന്നതാണ് ഈ വിവാദം. മറ്റൊന്നുകൂടി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിവാദമുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഉദ്യോഗസ്ഥ തല തീരുമാനമെന്നാണ് സർക്കാർ ഇതുവരെ വിശദീകരിച്ചത്. ഇത്ര പ്രധാനപ്പെട്ട സങ്കീർണമായ ഒരു വിഷയത്തിൽ എങ്ങനെ ഉദ്യോഗസ്ഥ തലത്തിൽ തീരുമാനമുണ്ടായി എന്നതാണ് പ്രതിപക്ഷ ചോദ്യം. പ്രതിപക്ഷം നേരത്തെ തന്നെ പരസ്യമായി ഉന്നയിച്ച ഒരു കാര്യം, ഇത് ഉദ്യോഗസ്ഥ തീരുമാനം മാത്രമല്ല, രാഷ്ട്രീയ തലത്തിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇതിന് പിന്നിൽ മുഖ്യമന്ത്രിക്കും വനമന്ത്രിക്കും അടക്കം അറിവുണ്ട് എന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും സഭയിലടക്കം ഈ വിഷയങ്ങൾ ഇന്ന് ഉന്നയിക്കപ്പെടും. മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ വനമന്ത്രിയും അടക്കം ഈ വിഷയത്തിൽ സഭയിൽ മറുപടി പറയും. എന്തായാലും ശക്തമായൊരു നീക്കമായിരിക്കും മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നടത്തുക. ശരി.